ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രിയും AAP കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമാവുന്നത് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ജൂലൈ 30-ന് ജന്തർ മന്ദറിൽ വൻ റാലി നടത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. കെജ്രിവാളിനെ ജയിലിൽ വെച്ച് ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നാണ് ആം ആദ്മിയുടെ ആരോപണം. ജൂൺ 3-നും ജൂലൈ 7-നും ഇടയിൽ മാത്രം കെജ്രിവാളിന്റെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് 26 തവണ കുറഞ്ഞുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും ആം ആദ്മി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമാവുന്നത് ഉയർത്തിക്കാട്ടി ജൂലൈ 30-ന് ജന്തർ മന്ദറിൽ ഇന്ത്യ സഖ്യം വൻ റാലി സംഘടിപ്പിക്കുമെന്ന് ആം ആദ്മി അറിയിച്ചു. മാർച്ച് 21-ന് ED അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് അടുത്തിടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജൂലൈ 26-ന് CBI അനുബന്ധ കേസിൽ അറസ്റ്റ് ചെയ്തതോടെ അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരികയായിരുന്നു. തീഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ കഴിയുന്നത്. CBI അറസ്റ്റിനെതിരെ കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അടുത്ത തിങ്കളാഴ്ച ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലെന്നായിരുന്നു ആം ആദ്മി പ്രതികരിച്ചത്. മാസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും EDക്ക് കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്ന പണം കണ്ടെത്താനായിട്ടില്ല എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആം ആദ്മി പാർട്ടിയും സഖ്യകക്ഷികളും നിരന്തരം കെജ്രിവാളിന്റെ മോശം ആരോഗ്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുമാണ് ഇതിനു പിന്നിലെന്നാണ് ആരോപണം. അത് ഒന്നുകൂടി കടുപ്പിക്കാനാണ് കൂടുതൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ചൊവ്വാഴ്ച നടന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമായതായി ആം ആദ്മി നേതാക്കൾ ഉന്നയിച്ചിരുന്നു. AAP രാജ്യസഭാ MPമാരായ രാഘവ് ചദ്ദ, സഞ്ജയ് സിംഗ് എന്നിവരാണ് വിഷയം ഉന്നയിച്ചത്. പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ കെജ്രിവാളിനെ ജയിലിൽ സന്ദർശിക്കണമെന്ന ആവശ്യം ആം ആദ്മി ഉന്നയിച്ചിട്ടുണ്ട്. ജൂലൈ 30-ന് ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ചിരിക്കുന്ന റാലിക്ക് ശേഷം പ്രതിഷേധം ലോക്സഭയിലും ഘടിപ്പിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇനി കാണാൻ പോകുന്നത്.